ക്ഷേമ പെൻഷൻ തട്ടിപ്പ് തുക തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. 18% പിഴ പലിശ ഈടാക്കാൻ ഉത്തരവ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ തുക തിരിച്ചുപിടിക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചു. അനർഹർ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ 18% പിഴപ്പലിശ സഹിതം ഈടാക്കും. പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും തീരുമാനിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഡയറക്ടർ, നഗരകാര്യ ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തി. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് ആകെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന 9,201 പേർ സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തെന്നായിരുന്നു C&G കണ്ടെത്തിയത്. ഇതിൽ തന്നെ സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാരും കൂടുതൽ. 347 പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ തട്ടിപ്പുകാർ. ഇവർ 1.53 കോടി രൂപ ക്ഷേമ പെൻഷനിൽ നിന്ന് തട്ടിയെടുത്തു. കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത്. 169 സർക്കാർ തട്ടിപ്പുകാർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട്. കോർപ്പറേഷൻ മേഖലയിൽ തട്ടിപ്പുകാർ കുറവ് കൊച്ചി കോർപ്പറേഷനിലാണ്. 70 പേർ മാത്രം. 185 സർക്കാർ തട്ടിപ്പുകാരുള്ള ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ് ഈ വിഭാഗത്തിൽ മുന്നിൽ. രണ്ടാമത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും 68 പേർ. പഞ്ചായത്ത് മേഖല പരിശോധിച്ചാൽ 1ഉം 2ഉം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളാണ്. 1ാം സ്ഥാനത്ത് 69 തട്ടിപ്പുകാരുള്ള മണ്ണഞ്ചേരി പഞ്ചായത്താണ്. 2ാം സ്ഥാനത്ത് മാരാരിക്കുളം പഞ്ചായത്ത്. സർക്കാർ മേഖലയിലെ 47 തട്ടിപ്പുകാരാണ് ഈ പഞ്ചായത്തിലുള്ളത്. സർക്കാർ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെ 9,201 പേർ ചേർന്ന് 39,27 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ.